കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. കുടക് സ്വദേശിയായ പ്രതി കസ്റ്റഡിയിൽ നിന്നാണ് സൂചന. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ഈ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇയാൾ പോലീസ് കസ്റ്റഡിയിലുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും കുടക് സ്വദേശിയായ 29-കാരനാണ് ഈ അതിക്രൂരമായ ഈ സംഭവം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ കുറ്റം കുടകിൽ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ 5 ദിവസത്തിന് മുൻപ് പടന്നക്കാട് ഒരു വീട്ടിൽ ഇത്തരത്തിൽ ഇയാൾ അതിക്രമിച്ച് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ കവർച്ച ചെയ്ത് പുറകുവശത്തെ വാതിലൂടെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മുക്കുപണ്ടമായതിനാൽ ഇവർ പരാതി നൽകിയിരുന്നില്ല. ഇയാൾക്ക് പ്രധാനമായും രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കലാണ് പതിവ്. ഇയാൾ തേങ്ങാ മോഷണമാണ് ഇയാളുടെ പതിവെന്നും പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ കൂടുതൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇയാൾ കസ്റ്റഡിയിൽ ഉള്ളതായാണ് സൂചന ലഭിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 500 മീറ്റർ മാത്രം അടുത്തായ ഒരു വീട്ടിലാണ് ഇയാൾ താമസം. ഈ സംഭവം നടന്ന രാവിലെ മുതൽ ഇയാളെ കാണാൻ ഇല്ലായിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായത് നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ CCTV ദൃശ്യങ്ങളിൽ കണ്ട ഈ ബന്ധുക്കളാണ് ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇയാളുടെ നടത്തവും ഒപ്പം ഇയാളുടെ ശരീര പ്രകൃതിയുമാണ് ഇതിൽ പ്രധാനമായതും. ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുകയും പിന്നീട് പോലീസ് ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാൾ കസ്റ്റഡിയിലായതായും സൂചനയുണ്ട്. നേരത്തെ സംശയം തോന്നിയ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്ക് ഈ കുറ്റകൃത്യവുമായി പങ്കില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ നേരത്തെ മറ്റ് കേസുകളിൽ വാറണ്ട് നിലവിലുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഹോസ്ദുർ കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. എന്തായാലും ഇയാൾക്ക് ഇതിൽ പങ്കില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് ഇയാളെ പറഞ്ഞു വിട്ടത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കേസിൽ പ്രധാന വിവരമാണ് പുറത്തു വരുന്നത്. ഈ കേസിൽ ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത്.